ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെ ഞാൻ ഇന്ന് രാവിലെ മാർക്കറ്റിലൊക്കെ പോയി കച്ചവടം കഴിഞ്ഞതേ വീട്ടിലെത്തി കുളിച്ചതേ റെഡി ആയി വന്നിക്കുകയാണ്. എവിടേക്കാണെന്നല്ലേ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോകട്ടെ, വടകര പോവാണ്. എൻ്റെ കൂടെ +1 +2 ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവളുടെ വീട് വയനാടാണ്. പുള്ളിക്കാരത്തിനെ കല്യാണം കഴിച്ച് കൊടുത്തേക്കണേ വടകരയ്ക്കാണ്. അപ്പോൾ ഞാൻ വടകര പോവാണ് കാണാനായിട്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണാൻ പോണത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം പോയതിന് ശേഷം. ഇതിപ്പോൾ ഞാൻ ഇറങ്ങുന്ന ടൈമിലുള്ള ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സാരി എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. സാരിയും ബ്ലൗസൊക്കെ അമ്മയുടെയാണ്. അത് ഉടുത്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഓക്കെ. അങ്ങനെ ഇന്ന് രാവിലെ 11 മണി 11:05 ആയപ്പോഴത്തേക്കും ഞാൻ നേരെ കോഴിക്കോട് നിന്ന് വടകരയ്ക്ക് ബസ് കയറി. ഞാൻ പുതിയ സ്റ്റാൻഡിലാട്ടോ പോയി ഇറങ്ങിയത് വടകര. അപ്പോൾ പ്രിയനെ വിളിച്ചു. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രിയ പറഞ്ഞു അവൾ പഴയ സ്റ്റാൻഡിൻ്റെ അവിടെ ഉള്ളത്, എന്നോട് അങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ ഓട്ടോ കയറി പഴയ സ്റ്റാൻഡിൽ അങ്ങോട്ട് പോകുക കേട്ടോ. ഞാൻ മുമ്പ് ടാക്സി ഉള്ള സമയത്ത് വടകരയ്ക്ക് ഓട്ടോ ഒക്കെ കിട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിലും ബസ്സിൽ ഞാൻ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പ്രിയനെ പോയി കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. പ്രിയ വേണമെങ്കിൽ നോക്കിക്കോട്ടെ. ഞാൻ മുന്നീറിനോടൊക്കെ വലിയ ഡയലോഗൊക്കെ അടിച്ചതാണ്. ഞങ്ങൾ വീഡിയോ ചെയ്യും. നമ്മളെത്ര കൊല്ലമായി പ്രിയ കണ്ടിട്ട്? ശരിക്കും സീരിയസ് ആയിട്ട് ഇത് ഞാൻ ശരിക്കും വീഡിയോയ്ക്ക് ചോദിച്ചല്ല, സീരിയസ് ആയിട്ട് ഇത് 10 വർഷം എനിക്ക് ഓർമ്മയില്ല. 10 വർഷം മോളെ വെച്ച് കണക്കായിരിക്കുന്നത്. 2015 ഇതിപ്പോൾ 25 10 വർഷമായി. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. പ്രിയയുടെ ചെറുതിനൊന്ന് കാണിക്കുന്നു. ഹായ് പറയടാ, ഹായ് പറ, ടാറ്റ പറ. ചെക്കൻ മിഠായി കിട്ടിയ സന്തോഷത്തില. ഇതേതാ ബീച്ച്? എന്തെന്ന് പറയാ? ബാങ്ക്സ് അല്ലേ? ഞാൻ ഈ ബീച്ചിൽ ആദ്യമായിട്ട് കേട്ടോ. കാരണം ഞാൻ വടകരയ്ക്ക് ഓട്ടം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങോട്ടൊക്കെ ആദ്യം ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോയിലൊക്കെ നോക്കടി, രസമില്ലേ കാണാൻ? നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വ്യൂ. അങ്ങനെ സാൻഡ് ബാങ്ക്സിലെത്തി ഞാൻ. ഇവിടെ എക്സസൈസൊക്കെ ചെയ്യാം. നമ്മുടെ സരോവരത്തിൻ്റെ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സാധനങ്ങൾ. ശരിക്കും ഞങ്ങളുടെ ഈ ഒരു 10 വർഷത്തെ കണക്കിനൊരു തിരുത്തലുണ്ട്. 10 വർഷമല്ല കേട്ടോ, ഞങ്ങൾ 8 വർഷത്തെ കണക്കാണ്. 8 വർഷമായി ഞങ്ങൾ കണ്ടിട്ട്. എന്ന് വെച്ചാൽ പ്രിയ മൂത്തത് അവൾക്ക് മോളാണ്. മോള് പ്രസവിച്ച സമയത്ത് മെഡിക്കൽ കോളേജിലായിരുന്നു അവളെ പ്രസവിച്ചത്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ സമയത്ത് കോളേജിൻ്റെ അടുത്തായിരുന്നു വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് കണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും അത് മറന്നുപോയി. അപ്പോൾ അതൊന്ന് തിരുത്തിയിട്ടുണ്ട് ഞാൻ കേട്ടോ. പ്രിയയുടെ മോളെ പ്രസവിച്ച സമയത്ത് കണ്ടത് കേട്ടോ, പിന്നെ കണ്ടിട്ടില്ല. മോനെ ഇപ്പോഴാണ് കാണുന്നത്. 2014 2015 ആ ടൈമിൽ അങ്ങോട്ടാണ് ഞങ്ങൾ +1 +2 ചെയ്യണത് കേട്ടോ. ഞാനിവിടെ വന്നിട്ടാണ്, കോഴിക്കോട് വന്നിട്ടാണ് +2 കംപ്ലീറ്റ് ആക്കണത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ പ്രിയ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രിയനെ പരിചയപ്പെടുന്നത് കേട്ടോ. ആ ടൈമിൽ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് തന്നെയായിരുന്നു. പ്രിയയുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. വയനാട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രിയയുടെ ഹസ്ബൻഡിൻ്റെ വീട് കേട്ടോ വടകര. എനിക്ക് മാറിപ്പോയി. പ്രിയയുടെ മോനിങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. പാർക്കിൽ ഇങ്ങനെ ഓരോ കളിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ പിന്നാലെ നടന്ന ആളിങ്ങനെ നടക്കുന്നുണ്ട്. പ്രിയ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഊഞ്ഞാലിരിക്കുന്ന സമയത്ത് ഈ 3-4 പിള്ളേർ അവിടെ വന്ന്, അവർ കുറേ സമയമായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ അവരിങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് അവരെ വെച്ചിട്ട് കുറച്ചൊരു ഭാഗം വീഡിയോ എടുത്തേക്കണം കേട്ടോ. അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ വർത്താനമൊന്നും പറഞ്ഞിട്ടില്ല, ഹിന്ദിക്കാരാണ്. ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. പിള്ളേരൊക്കെ ഹിന്ദിക്കാരായിരുന്നു കേട്ടോ. അവർക്ക് മലയാളം അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഷാജേട്ടൻ വന്നു. ഷാജേട്ടൻ അവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വിളിച്ചപ്പോൾ ആൾ അങ്ങോട്ട് വന്നു. പ്രിയയുടെ ഹസ്ബൻഡ് കേട്ടോ. ആൾ മാലിട്ടേക്കാണ്. ഷാജുവേട്ടനും മോളും മാലിട്ടിട്ടുണ്ട്. അവർ അടുത്ത മാസം മലയ്ക്ക് പോകും കേട്ടോ. അപ്പോൾ ഇതാണ് പ്രിയയുടെ ഫാമിലി. മോള് വന്നിട്ടില്ല, മോള് വീട്ടിലാണ്. ശരിക്കും പറഞ്ഞാലേ പ്രിയനെ കാണാൻ പോകാനായിട്ട് കുറേ നാളായി പ്ലാൻ ചെയ്യണം കേട്ടോ. പക്ഷെ ഇന്നാണ് നടന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയാമല്ലോ. തിരിച്ച് ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങി തന്നു കേട്ടോ. പ്രിയയുടെ കല്യാണത്തിന് ഞാനും എൻ്റെ അമ്മയും അതേപോലെ കുഞ്ചൂസും കൂടിയിട്ടാണ് പ്രിയയുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തെന്നാ പറയുക, ഞങ്ങളിങ്ങനെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. എന്തായാലും പോയി വരുന്നവരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രിയനെ പോയി കാണണം എന്നുള്ളത് കേട്ടോ. ഞാനൊരുപാട് ദൂരം ഉണ്ടെന്നുള്ള രീതിയിലാണ് ഞാനങ്ങനെ നീണ്ടു പോയത് കാണാതെ. പക്ഷേ പിന്നെന്തായാലും ഞാൻ ഇന്നിപ്പോൾ എന്തായാലും പോയി കാണണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു. അങ്ങനെ പോയി കണ്ടു. നല്ല സന്തോഷത്തിലാട്ടാ പോയി തിരിച്ച് വരണവരെ നല്ല സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ പിന്നെ വരുമ്പോൾ ചായ കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നിട്ടാ. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടാ.
ബീച്ചിൽ നിന്ന് നേരെ നമ്മളിതേ വീണ്ടും വടകര സ്റ്റാൻഡിലേക്ക് എത്തി. ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ അവർ അവരെ വീട്ടിലേക്കും ബസ് കയറിപ്പോയി. ഞാൻ നേരെ തിരിച്ച് കോഴിക്കോടുക്കും അങ്ങോട്ട് കയറി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. ഞാൻ ഇന്നെടുത്ത ഫോട്ടോ 2-3 പിക്കിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെറുതെ ഒരു രസം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ പറയണേ. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.